നഗരത്തിൽ ജീവിക്കുന്ന VM വിനുവിൻ്റെ വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ BLOമാർക്കും കോർപ്പറേഷനിൽ അവരെ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ ജോലിയില്ലല്ലോ, അവർ വീഴ്ചയിലിനകത്ത്. ആ വീഴ്ചയ്ക്കെതിരുള്ള പോരാട്ടം ഞങ്ങൾ ശക്തമായി തുടരുകയാണ്. VM വിനുവിനെ പോലത്തെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്നു വലുതായ ഒരാൾക്ക് വോട്ടുണ്ടാവില്ല എന്ന് സംശയിക്കേണ്ട യാതൊരു സാഹചര്യവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അത് അത്ഭുതപ്പെടുത്തുന്നു. കാലം മാറി, ഇന്ത്യയിലും കേരളത്തിലും വോട്ടർ പട്ടികയിൽ പോലും എന്തും സംഭവിക്കുന്ന കാലം വന്നിരിക്കുന്നു. ഇത് ഞങ്ങൾക്കൊരു പാഠമാണ്, ഞങ്ങളെ തിരിച്ചറിയും. ഒരാളുടെ വോട്ടവകാശം കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ വേണോ എന്ന് ആധികാരിക അധികാരമില്ല. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ വോട്ടർ പട്ടിക പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്നത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു നടത്തിപ്പ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണമായ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനും അതിന് ഉദ്യോഗസ്ഥർക്കാണ്. അവിടെ നിന്നിരിക്കുന്നു. ആ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടിയത്. ആ ഉദ്യോഗസ്ഥ വീഴ്ചയാണ് പറഞ്ഞത്. അവിടെ പോയി നേരത്തെ NS കൂടെ പറഞ്ഞതുപോലെ SIR-നെതിരെയൊക്കെ SIR വന്നാൽ പലരുടെയും വോട്ടവകാശം നിഷേധിപ്പിക്കപ്പെടുമെന്ന് കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്ത പാർട്ടിയുടെ നേതാക്കൾ പോയി അത് കൊടുക്കരുതെന്ന് പറഞ്ഞ നടപടി ജനാധിപത്യ വിരുദ്ധമെന്നേ ഞങ്ങൾ പറയാറുള്ളൂ. അല്ല, അവിടുന്ന് അത് സ്വാഭാവികമായി കിട്ടിയ ഇൻഫർമേഷൻ VN വിനുവിന് വോട്ടുണ്ട് തന്നെയാണ്, അത് തർക്കമില്ല. പക്ഷെ പിന്നെ വോട്ടില്ല എന്ന് തെളിഞ്ഞു. ആ കാര്യം ഞങ്ങൾ പാർട്ടിക്കകത്ത് മെഞ്ഞാന്ന് മുതൽക്ക് തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്, പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ നഷ്ടപ്പെട്ടു, സ്വാഭാവികമായിട്ടും അയാൾ ഹർജി കൊടുക്കും. ആ ഹർജി കൊടുക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ നേതാക്കൾ ആ ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകളുടെ ഉദ്യോഗസ്ഥ സമീപിച്ച് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? അത് ഞാൻ പറയാം. പ്ലാൻ B ഞങ്ങൾ തുടങ്ങാതിരിക്കുകയോ? ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ് കോൺഗ്രസും UDF-ഉം. രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കും. ഇതൊരു പ്രതിസന്ധിയായിട്ടോ പ്രയാസമായിട്ടോ കാണുന്നില്ല. അല്ല, ആയിക്കോട്ടെ, ഇതൊന്നും തളർത്തി അല്ല. ഓക്കെ, ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് തളർത്തുന്ന നടപടിയല്ല. എന്തും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊക്കെ നേരിടാൻ ഞങ്ങൾ സദാസജ്ജമാണ്. പുതിയ സ്ഥാനാർത്ഥി വെച്ചു. പുതിയ സ്ഥാനാർത്ഥി ഞങ്ങളിത് തീരുമാനിച്ചു. രമ്യക്കെ ഞങ്ങൾ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത് വരട്ടെ. പ്ലാൻ B നാളെ ഉണ്ടാവും. അല്ല, VM വിനുവിനെ UDF ചേർത്ത് നിർത്തും. VM വിനുവിനെ വേണ്ട എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും UDF-ഉം കോൺഗ്രസും ഒരുക്കും. ഞങ്ങളുടെ ചോദ്യം അതിനല്ല. എതിർ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഞങ്ങളുടെ വീഴ്ചകളുടെ വിമർശനത്തിൽ CPM-നുണ്ട്, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഒരു വ്യക്തിയുടെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ ആയിക്കോട്ടെ, ഹൂവർ മേ ബി ഇറ്റ് ഈസ്, VM വിനുവിനെതിരെ വോട്ട് പിടിച്ച് ജയിച്ചോട്ടെ. അതായത് ഓരോ പാർട്ടിക്കും എത്തിക്സ് ഉണ്ട്. കോൺഗ്രസ് പാർട്ടി ഒരു സാഹചര്യത്തിലും ഒരാളുടെ വോട്ട് നിഷേധിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥകൾ ശ്രമിക്കില്ല. ചോദ്യം ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഉറച്ചു വെക്കുകയാണ്. ഈ നാട്ടിൽ 18 വയസ്സ് പൂർത്തിയാക്കിയ ഒരാൾക്ക് വോട്ടവകാശം ലഭിക്കണം, ഏത് സാഹചര്യത്തിൽ കൊടുക്കണം എന്ന രാഷ്ട്രീയ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു വെക്കുന്നത്.